ഈ ചോദ്യങ്ങൾ ചോദിക്കലാണ് ശരിക്കും ഉത്തരങ്ങൾ പറയാൻ ശരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ചോദ്യങ്ങൾ മുട്ടിച്ചു എന്നല്ലല്ലോ പറയുക, ഉത്തരം മുട്ടിച്ചു എന്നല്ല പറയുക. ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത്, ഒരു ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബഹുമാനം അവിടെ കൊടുക്കും അല്ലേ. ഇപ്പോൾ അതൊരു ചർച്ചയാണെങ്കിൽ പോലും, ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വേദികളിൽ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്തിട്ട് ഈ വ്യക്തികൾ മാറും, ആശയങ്ങൾ മാറും അല്ലേ. എന്ന് വെച്ചിട്ട് ഇത് ഒരു വ്യക്തിഹത്യ ചെയ്യലല്ല. കണക്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഞാനൊക്കെ നല്ല ഒരു കിടിലൻ മനുഷ്യൻ എന്ന് പ്രതീക്ഷിക്കുന്ന, മേ ബി അയാൾ കിടിലമായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം. ഒരു പ്രാവശ്യം നമുക്ക് സിറ്റുവേഷൻ ആയിരിക്കാമെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം അത് തന്നെ ആകുമ്പോഴത്തേക്കും നിനക്ക് എന്തിൻ്റെ കട, നീ വീണ്ടും പോയി വിളിച്ചിട്ടല്ലേന്ന് തോന്നും. മോഹൻ ചോദിച്ചേ, ഞങ്ങളിത് എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചാണ്. അത് നന്നായി, ഒന്നുകൂടെ അങ്ങനെ ചോദിക്കായിരുന്നു, ഇതുകൂടെ ചോദിക്കായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടിത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നിടത്ത് ഇത് മാറും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മുടെ ആശയങ്ങളും ചോദ്യങ്ങളും ഒരിക്കലും വ്യക്തിപരമായിട്ട് മാറുന്നില്ല. ഇത് ഇവിടെ ഇരിക്കുന്ന ആളും അങ്ങേറ്റം മൈക്ക് പോയിന്റിലിരിക്കുന്ന ആളും തിരിച്ചറിയുന്നിടത്ത്, ഇതിനെ പോലെ തന്നെ ഇത് ആര് കാണുന്നു അവർക്ക് കൂടി മനസ്സിലാക്കിയെന്നിടത്ത് പരിപാടി സിമ്പിളാണ്. അല്ല, പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സമയത്ത് ആസ് എ വ്യൂവർ ചില സമയത്ത് നമുക്ക് ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇപ്പം ചില ആക്ടേഴ്സ് അല്ല ആങ്കേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും കുറേ മണ്ടത്തരം ചോദ്യങ്ങളും ചോദിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്കെ ഈ ഇത് നമുക്ക് നോക്കണ്ട. സർ, ഇത് കണക്ക് ഞാൻ ഇന്ന ചാനലിൽ നിന്നാണ് ഒരു ഇൻ്റർവ്യൂ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെയ്ഡാണോ? ഞാൻ പറഞ്ഞു അല്ല, പെയ്ഡിനുള്ള ഒരു ഇതല്ല, പെയ്ഡല്ല, കാശില്ലാത്തതിനൊന്നും ഞാൻ വരത്തില്ല. വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം കണ്ടൊരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ. യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ, അതേ വീഡിയോ സെബിൻ ബ്രോ ഫേസ്ബുക്കിലിട്ടു, ഇൻസ്റ്റഗ്രാമിലിട്ടു. ഈ കണ്ട പ്രതികരണം ആയിരുന്നെങ്കിൽ 3 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ആവണ്ടേ. രോഹൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ രോഹൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഇപ്പോൾ ഷോ തുടങ്ങുന്ന സമയത്ത് ഇത് വന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ പല രീതിയിലേക്കും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫൺ, കുറച്ച് മസാല ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത്.